അതങ്ങനെ കുഴപ്പമുണ്ടാക്കാൻ ഷൈനുമായിട്ട് അവിഹിതം വരെ ഉണ്ടെന്നുള്ള ഒരു ധാരണ തെറ്റിദ്ധാരണ പരത്തുന്ന ക്യാരക്ടറാണ് എൻ്റെ. ഇനി അടുത്തത് അത്രയ്ക്ക് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സ്വന്തം ഭാര്യയെ പറ്റി ഇങ്ങനെ ഒരു അലിഗേഷൻ. ഈ ക്യാരക്ടറിന്റെ സ്വഭാവമല്ലേ പറഞ്ഞത്? അതെ ക്യാരക്ടറിന്റെ സ്വഭാവം. അതാണ് ഞാൻ പറഞ്ഞത്. ക്യാരക്ടർ സ്കെച്ച് ഇൻ ദ ഫിലിം ചോദിച്ചപ്പോ മഹാവൃത്തികെട്ട ഒരു ക്യാരക്ടറാണ്. ആദ്യം തന്നെ അത് പറയണമല്ലോ. മൊത്തത്തിൽ ഒരു കുഴപ്പക്കാരൻ, കുശുംബൻ, അല്പൻ, അഹങ്കാരി, കോംപ്ലക്സ് എല്ലാം കൊണ്ടൊരു ക്യാരക്ടറായത്. ഭാര്യ പ്രിൻസിപ്പലാണ്. എൻ്റെ അച്ഛന് എനിക്ക് തരേണ്ട സ്വത്ത്, കോളേജും മറ്റ് സ്വത്തുകളില്ല. അത് ഈ പെണ്ണുമ്പിള്ളക്ക് എഴുതിയ കൊടുത്തു മരുമോക്ക്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. അതിൻ്റെ കോംപ്ലക്സാണ് മാക്സിമം. എന്തെല്ലാം ഒരു പരിപാടി കോളേജിൽ ഉണ്ടെങ്കിൽ അത് പരമാവധി കയറി ഇടപെട്ട്, കാരണം ഇതിനകത്തുള്ള ഒരു ആളും കൂടെ ഞാൻ അല്ലേ, അതിനകത്ത് മെമ്പറല്ലേ, അതിനകത്ത് ബോർഡ് മെമ്പറാണ്. അപ്പോൾ അറ്റൻഡ് ചെയ്യണമല്ലോ, അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് വെച്ചൊരു കാരണം എടുത്തിട്ട് എല്ലാ മീറ്റിങ്ങിലും കയറി കുഴപ്പമുണ്ടാക്കുക എന്നുള്ളതാണ് ഇയാളുടെ ജോലി. അതാണ് നമ്മുടെ ക്യാരക്ടർ. അപ്പോൾ അതിനകത്ത് ഇച്ചിരിയൊക്കെ തമാശ എന്ന് വേണേൽ പറയാം. ഇച്ചിരി കുഴപ്പക്കാരെന്ന് പറയാം. വില്ലനല്ല, എന്നാലും വില്ലത്തിനൊക്കെ കാണിക്കുന്ന ഒരു സംഭവം. ഇതാണ് എൻ്റെ ഒരു കഥാപാത്രം. അതങ്ങനെ കുഴപ്പമുണ്ടാക്കാൻ ഷൈനുമായിട്ട് അവിഹിതം വരെ ഉണ്ടെന്നുള്ള ഒരു ധാരണ തെറ്റിദ്ധാരണ പരത്തുന്ന ക്യാരക്ടറാണ് എൻ്റെ. ഇനി അടുത്തത് അത്രയ്ക്ക് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സ്വന്തം ഭാര്യയെ പറ്റി ഇങ്ങനെ ഒരു അലിഗേഷൻ. അതെ ഇയാൾ അടിച്ചു പൊളിച്ചെല്ലാം കളഞ്ഞ ഒരുത്തനല്ലേ. ഏത് കിട്ടിയാലും അടിച്ചു പൊളിച്ച് കളഞ്ഞ് മറ്റേ വൈരാഗ്യം തീർക്കുകയാണത്.